ഹായ് ഫ്രണ്ട്സ്, സെയ്തോണ സ്റ്റെഫാണെന്ന്. നമ്മളിപ്പം വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തലപ്പാറക്കടത്തുള്ള ഒരു വില്ല പ്രൊജക്റ്റിലാണ്. വ്യത്യസ്ത ഡിസൈനിലുള്ള 3 വില്ലകളാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങളിലേക്കും വില്ലയുടെ വിശേഷങ്ങളിലേക്കും നമുക്ക് പോവാം. കമോൺ. മൂന്ന് വ്യത്യസ്ത മോഡലുകളുള്ള 3 വില്ലകളാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഓരോ വിൻഡോകളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഡിഫറെൻ്റ് വിൻഡോകളാണ്. ചില ഏരിയകളിൽ ചെറിയ വിൻഡോയും അതുപോലെ തന്നെ വെളിച്ചം കിട്ടുന്ന ഏരിയകളിൽ നമ്മൾ വലിയ വിൻഡോകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ വില്ലയുടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള വിൻഡോയുടെ മോഡലുകൾ കാണാം. നമ്മുടെ ഈ 3 വില്ല പ്രൊജക്റ്റുകളിൽ നമ്മൾ അത്യാവശ്യം സൈസ് വരുന്ന വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വീടിൻ്റെ ഈ വില്ലയുടെ സ്റ്റെയർ ഏരിയയാണ്. സ്റ്റെയർ ഏരിയ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ലെവൽ മുതൽ സെക്കൻഡ് ലിൻഡൽ വരെ നമ്മൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പണിങ്സ് വരുന്നത് നമ്മൾ താഴെ മുതൽ മുകൾ ഭാഗം വരെ ഇത് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം കൂടെ ഉണ്ട്. പിന്നെ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റയുടെ ഫ്രെയിമും അതുപോലെ തന്നെ ടാറ്റയുടെ പാനലുമാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ വില്ല പരിചയപ്പെടാം. ഇതിപ്പോൾ പൂർണ്ണമായും ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം ചെയ്തൊരു ജോയിനറീസ് ആണ്. ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഈ കാണുന്നത് ഏകദേശം ഒരു 240 വിടുത്ത് വരുന്ന 200 വിടുത്ത് വരുന്ന ഒരു W3, അതായത് 3 പാനൽ വിൻഡോസാണ്. ഇതിപ്പോൾ ക്ലയൻറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഒരേ ലെവലിൽ തന്നെ, അത് ഒരേ ഡിസൈനിൽ ഒരേ സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ വീടിനെ ഭംഗിയാക്കുന്നുണ്ട്. സ്റ്റെയർ ലാൻഡിങ് വിൻഡോ ആണ്, അതായത് ഗ്രൗണ്ട് ഫ്ലോർ മുതൽ ഫസ്റ്റ് ഫ്ലോർ വരെ ഒറ്റ സ്ട്രെച്ചിൽ സിംഗിൾ ഹൈറ്റ് വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം 7 ബോക്സ് ആയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 120 വിടുത്തും ഒരു 3 മീറ്റർ 50 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഒരു വിൻഡോസാണ്. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ വില്ലയിലെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിൻഡോ ആണ്. അതായത് ഏകദേശം സൈസ് വരുന്നത് 2.5 മീറ്റർ വിടുത്തും 5.5 മീറ്റർ ഹൈറ്റും വരുന്ന ഒരു ബിഗ് സൈസ് വിൻഡോ ആണ്. ഇത് നമ്മളിവിടെ 2 പാർട്ടാക്കിയിട്ട് ഇവിടെ നിന്ന് ജോയിനറി ഫിറ്റ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ വലിയ സൈസുകളിലും അതുപോലെ എങ്ങനെയെല്ലാം സ്റ്റീൽ വിൻഡോ ചെയ്യാന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടാം. ഈ പ്രൊജക്ടിന്റെ 3 വില്ലകൾ നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ വിൻഡോസ് ആണ്. എന്താണ് അങ്ങനെ കൊടുക്കാനുള്ള കാരണം? ഇതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം? 100%. അതായത് തികച്ചും കസ്റ്റമറിൻ്റെ ബെനിഫിറ്റ്. ഈ സൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് 100% കസ്റ്റമർ റിക്വയർമെന്റ് പ്രകാരമാണ്. പക്ഷേ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ നമുക്ക് ഡിസൈൻ വൈസ് ഇത് ഭയങ്കര കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ സൈറ്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ല, ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു നമ്മുടെ കണ്ണ് ആകർഷിക്കുന്നത് വിൻഡോസ്. അപ്പോൾ രണ്ടാമത് കോസ്റ്റ് വൈസ് ഇപ്പോൾ നമ്മൾ അതർ ഒരു പ്രൊഡക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ വുഡ് ആണെങ്കിലോ മറ്റെന്തെങ്കിലും ആണെങ്കിലും ഇത്രയും വലിയൊരു വിൻഡോ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് എത്താൻ കഴിയില്ല. അപ്പൊ അതാണ് കസ്റ്റമർ മെയിൻ. ബാക്കിയുള്ള എല്ലാവരും നന്നായിട്ട് കൂടും. അതിന്റെ ഒരു 3/1 റേറ്റ് സ്റ്റീലിൽ വരും. അപ്പൊ അതെന്തായാലും കസ്റ്റമർ സർവീസ് വലിയൊരു ബെനിഫിറ്റാണ്. മൂന്നാമത് ഇവർക്ക് വരുന്ന മേഷനറി വർക്കിൽ, അതായത് കല്ലിലും പടവിലും തേപ്പിലും പ്ലാസ്റ്റിക്കിലും ആ ഒരു ഏരിയയും അവർക്ക് ബെനിഫിറ്റ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഞങ്ങൾക്ക് കൂടുതലും ഇങ്ങനത്തെ വിൻഡോസുകളാണ് സ്റ്റെഫുകളെ സംബന്ധിച്ച് വരുന്നത്. അപ്പോൾ ഇത് ഡെലിവറി ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ 100% മൈൻഡ്ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഇങ്ങനത്തെ ഫിനിഷ് ചെയ്ത സൈറ്റ് കാണുമ്പോൾ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ക്ലൈൻറ്റ്സോട് ഇതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട ഏത് സൈറ്റിലും അല്ലെങ്കിൽ ഏത് ജോയിനറീസിനും ഞങ്ങൾ ഒപ്പം ഉണ്ടാവും. ഞങ്ങളുടെ സൈറ്റിൽ വന്നിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ജോയിനറി പ്രകാരം വീട്ടിൽ ഡെലിവറി ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. വിൻഡോസിൻ്റെ കൺസൾട്ടിങ്ങിനും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാരിഫിക്കേഷനും വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളെ തേടി അങ്ങോട്ടേക്ക് വരും. താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.